ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉറക്കമില്ലാത്ത രാത്രി പറഞ്ഞൊരു വീഡിയോ കൊണ്ടാട്ട് വരുന്നത്. കുറച്ചധികം കാറ്ററിംഗ് വർക്ക് കിട്ടിയ ദിവസമാണ്. അപ്പം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലെത്തിയത്. അതിൻ്റെ മുന്നേ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മുന്നേ കുറച്ചൊക്കെ തുടങ്ങിയാൽ മതിയേനി. അപ്പം പിന്നെ എത്ര നേരം ഒന്നും വേഗൂലേനി. പിന്നെ ഞാനങ്ങനെ സാവധാനം മതി വിചാരിച്ചങ്ങാണ്ട് പിറ്റേന്ന് രാവിലെ 4:30 ആകുമ്പോഴത്തേന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു കുടിരിക്കലിൻ്റെ ഓർഡറാണ് കിട്ടിയത്. അപ്പം 5 കിലോ ബീഫ് വരട്ടും, അതേപോലെ 7 കിലോ ചിക്കനും ഉണ്ട്. തേങ്ങ വറുത്ത കരച്ചുകൊണ്ട് നമ്മൾ പത്തിരിക്ക് കറി ഉണ്ടാക്കൂലേ, ആ കറി, 200 പത്തിരിയും, 50 വെള്ളപ്പം, 50 നൂൽപുട്ടും. ഇതാണ് കേട്ടോ ഓർഡർ. നാളെ സുബൈക്ക് 4:30 ആകുമ്പോഴത്തേന് കൊടുക്കണം. അപ്പോൾ പിന്നെ വേഗം ചിക്കനും ബീഫൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഹെൽപ്പിന് മുത്തശ്ശി വരും കേട്ടോ. അപ്പം മുത്തശ്ശിനെ കൊണ്ടുവരാൻ മോന് പോയിക്കണ്. അപ്പം താത്ത വരുമ്പോഴത്തേന് ബീഫും അതേപോലെ ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുത്തിനല്ലോ അല്ലേ. അപ്പോൾ 2 ആൾക്കാരും കിട്ടിയിരിക്കണം കേട്ടോ. നമ്മളെ ഗിവ് അവേ വിന്നറെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും സെക്കൻഡ് പ്രൈസ് കിട്ടിയതും നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഫസ്റ്റ് കിട്ടിയത് കൽക്കുളം എന്ന് പറഞ്ഞ ഭാഗത്തുള്ളതാണ്. കാരപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് പോണ ഭാഗമാണ് കൽക്കുളം എന്ന് പറയും. പിന്നെ രണ്ടാമത്തത് കിട്ടിയത് കാളികാവുള്ള ഒരാൾക്കാണ് കേട്ടോ. അപ്പോൾ 2ആൾക്കും ഗിഫ്റ്റൊന്നും വാങ്ങാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഈ തിരക്ക് കഴിയട്ടെ വിചാരിച്ചങ്ങാണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ കൊറിയർ അയക്കും. അത് ഞാൻ ഡീറ്റെയിൽസ് കഴിഞ്ഞാണ്ട് വീഡിയോ എടുക്കും ചെയ്യും. അങ്ങനെ ചിക്കനല്ല ബീഫ് കേട്ടോ. ബീഫൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു. ചിക്കൻ പിന്നെ കഴുകണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അടുത്ത വിന്നർ ആരാന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വിന്നർ ആരാ കയറണമെന്ന് നമുക്ക് നോക്കട്ടോ. അപ്പം നമ്മളെ പത്തിരി വാട്ടിയെടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊക്കെ ഉപ്പിട്ടെടുത്തു. അപ്പോൾ 2 ട്രിപ്പായി കാണാണ് കേട്ടോ വാട്ടിയെടുത്തത്. 200 പത്തിരി വേണമല്ലോ. അപ്പോൾ ഞാൻ 3 കിലോന് പൊടി എടുത്തുങ്ങാണ്ട് വാട്ടിക്ക് വെച്ചിരിക്കണം. അപ്പം ഞാനൊരു സുമാറാട്ട വെള്ളം വെക്കൽ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട്, പത്തിരിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതിന് വെള്ളം കുറച്ച് മുക്കിയെടുത്ത് വെക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്തു. അപ്പോൾ ചിക്കനും ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. ബാലൻസ് വന്ന ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കറിയാക്കിങ്ങാണ്ട് അങ്ങനെ വെക്കാനുള്ളത് അടുപ്പത്ത് വെച്ചും ചെയ്തു. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് കാണട്ടോ. അപ്പോൾ അതിന് രാത്രി ആയിക്കണം കേട്ടോ താത്ത വന്നിക്കണം. അപ്പം ക്ലീൻ ചെയ്തുങ്ങാണ്ട് നല്ലോണം ഊറ്റിക്കൊട്ടലൊക്കെ ഊറ്റി വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു കുടുക്കിയൊക്കെ ആക്കിനി. കൊടുക്കാന്ന് പറയില്ലേ, കലം. അപ്പോൾ അതിനപ്പോൾ താത്ത പറഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ വേറെ കലത്തേക്കൊക്കെ മാറ്റി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓരോരോ കിലോന് അളന്നുങ്ങാണ്ട് അങ്ങനെ 7 കിലോനക്കുള്ള ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചത് അതും ഇട്ടെടുത്തു. അതങ്ങനെ ചതക്കുമ്പോൾ 1 കിലോന് 2 കിലോന് എന്നുള്ള അളവിന് അങ്ങനെ നമ്മൾ ഒരു 7 കിലോന് അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. ഇതൊന്നും ഞാൻ അളവ് പറയണില്ല. 1 കിലോനിക്ക് നമ്മൾ ഇടുന്നതിൻ്റെ 7 കിലോനക്കുള്ള അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഇടുക. പിന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ മുളകും പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിക്കണ്, കാശ്മീരി മുളക് പൊടി ഇട്ടിക്കണ്, അതേപോലെ മല്ലി ഇട്ടിക്കണ്. പൊടികളായിട്ട് ഇത്ര മാത്രമായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പം മല്ലി നമ്മളെ പൊടിച്ച് കൊണ്ടുവന്ന മല്ലി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ താത്ത പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെ പറയില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് താത്ത നല്ല മണത്ത് നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ആ ശരിയാണ്, നല്ല മണമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ മല്ലി ആട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മളെ മല്ലി വറുക്കണ വീഡിയോ ഇട്ടിക്കണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ടേ. പിന്നെ കല്ലുപ്പ്, ഞാൻ എന്തൊക്കെ കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചധികം തക്കാളി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ സവാള ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം കുഴച്ച് മറിച്ച് ഇളക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ വേവിക്കുകയാണ്. നമ്മളെ കൈ വെച്ചുകൊണ്ട് തന്നെ കേട്ടോ നല്ലോണം കുഴച്ചെടുക്കണത്. കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ചെയ്യണത്. ഗ്ലൗസ് ഇട്ടാൽ അതൊരു ഗതികേടാണ്. അതുകൊണ്ടാണ് ഗ്ലൗസിൻ്റെ കമൻറ്റ് ഞാനിങ്ങനെ കാണലുണ്ട്, എന്താ ഗ്ലൗസ് യൂസ് ചെയ്യാത്തതെന്നുള്ളത് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, ഇത് നമ്മൾ വേറെയുള്ള ജോലി എടുക്കുമ്പോൾ നമുക്കത് ശരിയാവില്ല. പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഒരു 4 തന്നെ ഇട്ടിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾക്ക് കൈ ഇങ്ങനെ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലൗസ് ഇട്ടാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഗ്ലൗസ് ഇടാത്തതല്ല, അതൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കി കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. കൈയൊക്കെ നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കാണെങ്കിലും ഇനി പുറത്തേക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ അത് അകത്തടുപ്പത്ത് വെച്ചു. ഇനി ഇത് ഞങ്ങൾ പുറത്തടുപ്പത്ത് കൊണ്ടുപോയി വെക്കാണ് കേട്ടോ. അപ്പോൾ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചത് അതും നമ്മളെ ചെമ്പക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിക്ക് പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ കല്ലുപ്പ് ഇട്ടെടുത്തു. ഒരു 4 പച്ചമുളകും കീറിയിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വല്ലുള്ളി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്, ചതക്കാതെ. ഇതും ചിക്കൻ നല്ലോണം കുഴച്ച മാതിരി കൈ വെച്ചുകൊണ്ട് തന്നെ നല്ലോണം കുഴക്കണം കേട്ടോ. കൈ വെച്ചുകൊണ്ട് കുഴക്കുമ്പോഴാണ് ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ കയ്യിലുണ്ടല്ലോ നമ്മളെ കണ വെച്ചുകൊണ്ടൊന്നും കുഴച്ചാൽ ആ ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ ഞാൻ വെള്ളപ്പത്തിന് മാവ് ഇട്ട് വെച്ച് കേട്ടോ. അതൊക്കെ ഒരു ചെമ്പെന്നും 2 ചെമ്പെന്നൊക്കെ നിറഞ്ഞിക്കണം. അപ്പോൾ ഞാൻ അടിയത്തെ കലത്തിലാണ് അത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് പകുതി ആക്കി വെച്ചു. അപ്പോൾ അതിന്നും നിറഞ്ഞിക്കണേ. അങ്ങനെ താത്ത നല്ല പത്തിരി പരത്തലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാവ് രണ്ടും നിറഞ്ഞൊഴിച്ചപ്പം വേറൊരു വലിയൊരു ചെമ്പക്ക് മാവ് ഒഴിച്ചു കൊടുത്തു. ഞാനത് മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അരി തന്നെ അരച്ച് വെച്ചത്. ഇതൊരു 1.5 മണിക്കൂറായപ്പോൾ തന്നെ നല്ലോണം പതഞ്ഞിങ്ങോട്ട് പൊങ്ങി വന്നിക്കണേ. അങ്ങനെ അതൊക്കെ പാത്രത്തിൽ നിന്നൊക്കെ വടിച്ചങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെച്ച്. പത്തിരിയൊക്കെ നല്ലോണം കുഴച്ച് ഉരുളകളാക്കി താത്താക്ക് കൊടുത്തിക്കണം. പകുതി പരത്തി വെച്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പം ഞാൻ അത് താത്ത അവിടെ ഇരുന്ന് കണ്ട് അങ്ങനെ പരത്തട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് നൂൽപുട്ടിനുള്ള മാവൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ സമയം 12:30-1 മണിയൊക്കെ ആയിക്കണേ. എന്താ നമ്മൾ കടന്നാൽ പിന്നെ ഉറക്കത്ത് നീച്ചാൽ പിന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉറങ്ങാത്തന്നെ എടുത്താൽ 4:30 ആകുമ്പോഴത്തേന് കൊണ്ടുപോകും ചെയ്യൽക്ക്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉറക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചങ്ങാണ്ട് രണ്ടാളും ഒരേപോലെയാണ്. സംസാരത്തിന് രണ്ടാളും കുറവൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യണ മാതിരി തന്നെ താത്തയും ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ടാളും അങ്ങനെ വർത്താനം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ സംസാരിച്ച് ഓരോന്ന് നേരം പോകണം അറിയില്ല കേട്ടോ. ക്ലോക്ക് നോക്കുമ്പോൾ ക്ലോക്കിൽ ഇങ്ങനെ എന്താ പറയുക സമയം ഇങ്ങനെ ഓടിപ്പോവുകയാണ്. മക്കളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണ്ട് എല്ലാവരും കിടന്നുറങ്ങിക്കണം. ഇപ്പോൾ നട്ടപ്പാതിരയാണ്. പുറത്തൊന്നും യാതൊരു സൗണ്ടും ഇല്ലാത്ത സമയം. അങ്ങനെ കറിക്കുള്ള തേങ്ങ 5 തേങ്ങ ഞാൻ വെട്ടിങ്ങാണ്ടവിടെ വെച്ചിക്കണ്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പൂണ്ടെടുക്കട്ടെ. നമ്മളെ സ്ഥിരം പരിപാടി കേട്ടത്.
ബീഫും തന്നെ സെറ്റ് ആയിക്കണം കേട്ടോ, അതൊന്ന് തൂമിച്ചെടുക്കാനുള്ളൂ. ചിക്കൻ കറിക്കുള്ള തേങ്ങയൊക്കെ നമ്മൾ വറുത്തച്ചിഞ്ഞല്ലോ, അതൊക്കെ നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇനി വെള്ളപ്പം ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. നൂൽപുട്ട് ചുടലൊക്കെ കഴിഞ്ഞിരിക്കണം. വെള്ളപ്പൊക്കെ ചുടുമ്പോൾ രാത്രി 3 മണി ആയിക്കണ്. പിന്നെ 1.5 മണിക്കൂറും കൂടി ഉള്ളൂ. 4:30 ആകുമ്പോഴത്തേനും അവർ വരുമല്ലോ, അപ്പോൾ ഇതിനാവൂലേ എന്നുള്ളൊരു ദേനി ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ലാസ്റ്റ് പരിപാടി കേട്ടോ വെള്ളപ്പം ചുടല്. അതൊക്കെ ഓരോന്നായി അങ്ങനെ ചുട്ടെടുത്തു. പിന്നെ ഓരോരോ പാത്രത്തിലും കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി കവർ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അവരെത്തിക്കണേ, വണ്ടിയും കൊണ്ട് എത്തിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് വണ്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 4:30 ആയപ്പം ഓലത് കൊണ്ടുപോയിട്ടോ. പിന്നെ ഞങ്ങൾ കിച്ചണൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ചോറ് വരെ ഞങ്ങൾ ഉച്ചക്കൊക്കെയുള്ള ഉണ്ടാക്കി വെച്ചു. പിന്നെ കുളിയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് നിഷാ നിസ്കരിച്ചിട്ടില്ല, നിഷാവും നിസ്കരിച്ചു. പിന്നെ സുബൈ ബാങ്ക് കൊടുത്തപ്പോൾ സുബൈ നിസ്കരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ നട്ടപ്പാതിരാക്കുള്ള ഉറക്കില്ലാത്ത കാറ്ററിംഗ് വർക്ക് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.